ഹലോ ഗായ്സ്, വെൽക്കം ടു തക്കൂസ് വേൾഡ്. ഇത് ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഓർക്കുന്നത് ഈ ഹെൽമെറ്റ് ഇല്ലാതെ ഇവരെവിടെ പോവാന്നല്ലേ? സത്യം പറയട്ടെ, ഇത് ഞങ്ങളുടെ വണ്ടിയല്ല. ഈ വണ്ടിക്കൊട്ട് ഹെൽമെറ്റും ഇല്ല. പിന്നെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഹെൽമെറ്റ് ഉണ്ട്, അതൊട്ട് വെക്കാനും കൊള്ളത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ പൊതുവേ ആരും ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ചിലവർ യൂസ് ചെയ്യും, ചിലവർ യൂസ് ചെയ്യത്തില്ല. ആ ധൈര്യത്തിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളല്ലാതെ നിയമം തെറ്റിക്കുമൊന്നും അല്ല കേട്ടോ. എല്ലാവരോടും ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ ആദ്യം പോയത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചങ്ക് കൂട്ടുകാരിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് 6ാമത്തെ മാസം ഉള്ളപ്പോഴാണ് ബാംഗ്ലൂർക്ക് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് അറിയാത്ത സ്ഥലമാണ്, അറിയാത്ത ആൾക്കാരാണ്, അറിയാത്ത ഭാഷയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റി മാത്രമുള്ളായിരുന്നു. എന്ത് കാര്യത്തിനും വിളിച്ചാലും ആൻറ്റി ഓടി വരികയും എനിക്ക് പറഞ്ഞു തരുകയും എനിക്ക് സാധനം വാങ്ങിച്ചു തരുകയും അങ്ങനെ ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി ഇരിക്കുകയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അപ്പം നമ്മൾ കരുതി അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മോളുണ്ട്, അങ്ങോട്ടങ്ങ് കയറിയേക്കാന്ന്. ഒന്നും വാങ്ങിക്കാനല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മോളിൻ്റെ പേരാണ് വിശാൽ മോൾ. ഇവിടെ നമുക്ക് വീട്ടിലാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ചീപ്പ് റേറ്റുമാണ്. അപ്പം ഈ മോളിനെങ്ങാണ്ടോ 5-6 ഫ്ലോറുണ്ട് കേട്ടോ. നമ്മളതിലൊരു 3 ഫ്ലോർ വരെയും കയറി. കുഞ്ഞാണെങ്കിൽ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ കുഞ്ഞിന് നമ്മൾ ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളാണെങ്കിൽ ബില്ലടിക്കാൻ വന്നപ്പോഴോ നമ്മുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. എന്നാന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ബില്ലടിച്ച് ഇക്കാലത്തൊന്നും ഇറങ്ങത്തില്ല എന്നുള്ള സംശയം വരെ എനിക്കായിപ്പോയി. അങ്ങനെ ഞാനും കുഞ്ഞും കൂടി അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് വിഷ്ണുവേട്ടൻ ബില്ലടിക്കാനായിട്ട് ക്യൂവിൽ കയറി നിന്ന്. അങ്ങനെ ക്യൂ ഒക്കെ നീങ്ങി ലാസ്റ്റ് നമുക്ക് ബില്ലടിക്കുന്ന സമയമായി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനത്തിൻ്റെയൊക്കെ വാങ്ങിച്ചതിൻ്റെ ബില്ലടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിൽ വരണമെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാറ്റിലോട്ട് വന്നു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് വിഷ്ണുവേട്ടൻ എന്ത് ചെയ്യുന്നല്ലേ? വിഷ്ണുവേട്ടൻ വെള്ളം എടുക്കാൻ പോയേക്കും കേട്ടോ. ഇവിടെ നമ്മൾ കുടിവെള്ളം പൈസ കൊടുത്ത് വേണം എടുക്കാനായിട്ട്. പൈസ എന്ന് പറയുമ്പോൾ 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിശാൽ മോളിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് ഈ ചെരുപ്പ്, വെറും 99 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു അരിപ്പ വാങ്ങിച്ചായിരുന്നു, 30 രൂപയാണ് കേട്ടോ. ഇത്രയൊക്കെ സാധനമാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.